കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുക തന്നെയാണ്. ഐഎംഎയുടെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത ഡോക്ടർമാരുടെ പണിമുടക്ക് പുരോഗമിക്കുകയാണ്. 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പണിമുടക്ക് നാളെ രാവിലെ 6 മണിക്ക് അവസാനിക്കും. അത്യാഹിത വിഭാഗങ്ങളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം സമരം അറിയാതെ എത്തിയ രോഗികൾ ചികിത്സ കിട്ടാതെ വലയുകയും ചെയ്യുന്നു. കാണാൻ പറ്റില്ല. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് അവർ ഇടാൻ പറഞ്ഞിട്ട് അടുത്ത ആഴ്ച പാലോട് പെരിങ്ങമല കഴിഞ്ഞ ഇവിടെ ഈ ആഴ്ച ബുക്ക് ചെയ്തിട്ട് വന്നത്. ഇന്നത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ആഴ്ചത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടാണ്. പേഷ്യൻസ് കുറവാണ്. അവർ വന്ന് അറിഞ്ഞ് തിരിച്ചു പോയെന്ന് തോന്നുന്നു. തിരിച്ചു പോയി. ഡോക്ടറെ കാണാൻ പറ്റിയില്ല. ഞങ്ങൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഇവിടം വരെ വന്നതാണ് രാവിലെ. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വരണം പറഞ്ഞത്. പിന്നെ ബുദ്ധിമുട്ടല്ലേ. ഞങ്ങൾ വെളുപ്പിനെ 4 മണിക്ക് ഇവിടെ നിന്ന് തിരിച്ചതാണ്. വേറെ കാണിക്കാൻ ആരെ കാണിക്കുന്നത്? നമ്മളൊരു ഡോക്ടറെ കാണിച്ചാൽ സർജറി കഴിഞ്ഞ കേസാണ്. നമുക്ക് വേറെ കാണിക്കാനൊക്കത്തില്ലല്ലോ. ഇഷ്ടംപോലെ വന്നിട്ട് പോയി തിരിച്ച്. ബുദ്ധിമുട്ട് തന്നെ. അതായത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വരത്തില്ല. അതറിഞ്ഞില്ല, അറിയാൻ പറ്റിയില്ല. അറിഞ്ഞില്ല, അറിയാതെയാണ് വന്നത്. വലിയ ബുദ്ധിമുട്ടായിപ്പോയി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിന്ന് വന്നിട്ട് ഇത്തിരി നിർഭംഗ അരുവിക്കരയിൽ നിന്നാണ് വന്നത്. ദൂരെ എന്ന് പറഞ്ഞതാണ്. ഇവിടെ വന്നപ്പോഴാണ് അറിയണത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ടിൻഡു ദാസും ഒപ്പം കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ നിന്ന് ദിസ്ന സുരേഷിനെയും പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ടിൻഡുവിലേക്കാണ് പോകുന്നത്. ടിൻഡു, ഏറെ ദയനീയമായ ഒരു അവസ്ഥയിലാണ് നേരത്തെ ആളുകൾ പ്രതികരിച്ചത്. എങ്കിൽ പോലും പലവട്ടം ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും അടക്കം പറഞ്ഞതാണ് തങ്ങൾക്ക് സുരക്ഷിതമല്ലാത്ത ഒരു ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് എന്ന്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വന്ദനാദാസിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇപ്പോൾ കൊൽക്കത്തയിലുണ്ടായിരിക്കുന്ന അതിക്രൂരമായ കൊലപാതകം തന്നെയാണ്. ഡോക്ടറെ മാനഭംഗപ്പെടുത്തിയതിനു ശേഷം കൊലപ്പെടുത്തി. രാജ്യമെമ്പാടും ഐഎംഎയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നു. തലസ്ഥാനത്തും ഒപ്പം കേരളത്തിൽ എല്ലായിടത്തും ഒരു സ്തംഭനാവസ്ഥ തന്നെയാണ് ആശുപത്രികളിൽ. നമ്മുടെ പ്രതികരണം കൂടെ കേട്ടതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതറിയാതെ വന്ന രോഗികൾ ഒന്നടങ്കം വലയുന്നൊരവസ്ഥയാണ്. OPകൾ അടക്കം ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥിതി തന്നെയല്ലേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കാണാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും രജനി, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ OP വിഭാഗത്തിലാണ്. OP സേവനങ്ങൾ പൂർണ്ണമായിട്ടും ബഹിഷ്കരിച്ചുകൊണ്ടാണ് ഡോക്ടർമാരുടെ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 10 ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഈ തെക്കൻ കേരളത്തിലുള്ള മിക്ക ഇടത്തു നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. രാവിലെ 10 മണിക്ക് മുന്നേ തന്നെ ഒരുപക്ഷെ ഇന്നല്ലായിരുന്നെങ്കിൽ ഇവിടെ നിറയെ ആളുകൾ കൂടിയിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷേ ഇന്ന് പല ആൾക്കാരും ദൂര സ്ഥലത്ത് നിന്നും ഈ സമരം അറിയാതെ വന്നവരുണ്ട്. ഈ സമരത്തെ പറ്റി അറിയാതെ വന്നവരുണ്ട്. അവരൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം OP സേവനങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതായിരിക്കുകയാണ്. അപ്പം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. OPയുടെ പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമായിട്ടും നിലച്ചിട്ടുണ്ട്. ഡോക്ടർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട ഇവിടെ ഈ OP സേവനങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നില്ല. അത്യാഹിത വിഭാഗങ്ങളെയും മറ്റ് ഓപ്പറേഷൻ വിഭാഗങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് ഡോക്ടർമാരെ സമരം ചെയ്തെന്ന്. എന്നിരുന്നാൽ പോലും ചില ആളുകളെങ്കിൽ പോലും ഇത്തരത്തിൽ സമരം അറിയാതെ ഇവിടെ വരുന്നുണ്ട്. അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കരുനാഗപ്പള്ളി, അതുപോലെ തന്നെ ആലപ്പുഴ തുടങ്ങിയ മേഖലകളിൽ നിന്നൊക്കെ ഇവിടെ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ഇത് ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ കൊല്ലത്തുനിന്ന്. സമരം അറിഞ്ഞില്ലായിരുന്നു? പത്രത്തിൽ ഇന്ന് 8 മണിക്ക് ഓപ്പൺ ആവുമെന്ന് ഉണ്ടായിരുന്നത്. ഓപ്പൺ ആവും ഉണ്ടായിരുന്നു. എന്താ സുഖമായിട്ട്? ഞങ്ങൾ അനന്തപുരി കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങോട്ടത്തേക്ക് റെഫർ ചെയ്ത് മേടിച്ചിട്ട് വന്നതാണ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനി തിങ്കളാഴ്ച വരാനേ പറ്റൂ. തീർച്ചയായിട്ടും മറ്റൊരു ആശുപത്രിയിൽ നിന്ന് റെഫർ ചെയ്ത് വന്നതാ. ചേച്ചി എവിടുന്നാ വരുന്നത്? കൊല്ലത്തുനിന്ന്. അറിയില്ലായിരുന്നോ സമരമുള്ള കാര്യം? പത്രത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ഡോക്ടേഴ്സ് എല്ലാം കാണുമെന്നാണ് വിചാരിച്ച ആ ഒരു ഇതിലാണ് നമ്മളിന്ന് വന്നത്. കാണിക്കാതെ പോവുകയാണ്. തീർച്ചയായിട്ടും രജനി, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പത്രത്തിലുണ്ടായിരുന്നു ഇത്തരത്തിൽ ഡോക്ടർമാർ പണിമുടക്കുന്നു എന്നുള്ള കാര്യം. പക്ഷേ എന്തെങ്കിലും അത്യാവശ്യം വരുന്ന ഘട്ടത്തിൽ OPയിൽ ഇത്തരത്തിൽ ഡോക്ടർമാർ കാണുമെന്ന് പ്രതീക്ഷിച്ചാണ് ചില ആൾക്കാരെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. 24 മണിക്കൂറാണ് ഈ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ, യുവ ഡോക്ടർമാരെ അതോടൊപ്പം തന്നെ PG ഡോക്ടർമാരുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ സമരം നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഈ പ്രധാന OP വിഭാഗത്തെ മാത്രമല്ല, RC
ISTCയിലെയും ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ OP വിഭാഗങ്ങളെ ബഹിഷ്കരിച്ചുകൊണ്ടാണ് സമരം നടക്കുന്നത്. അപ്പോൾ ആ ഒരു ബഹിഷ്കരണം ഒരുപക്ഷെ കാര്യമായി തന്നെ ഈ മേഖലയെ ബാധിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം പൊതുജനം ഈ കാര്യത്തെയൊക്കെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ അവർ ഇത്തരത്തിലുള്ള ഈ കൊൽക്കത്തയിൽ നടന്ന സംഭവത്തിന് ഒരു ശക്തമായിട്ടുള്ള പ്രതിഷേധം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പോലും പക്ഷെ അവർക്ക് പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള സേവനം കിട്ടാതെ വരുമ്പോൾ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യം നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവയ്ക്കാൻ സാധിക്കുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കോമ്പൗണ്ടിനകത്ത് പ്രധാനമായിട്ട് മൂന്നല്ല നാലോളം വിഭാഗങ്ങൾ വരുന്നുണ്ട്. കാരണം SIT വരുന്നുണ്ട്, ഈ കുട്ടികളുടെ അമ്മയുടെ കുഞ്ഞിൻ്റെ ആശുപത്രി വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ന്യൂറോളജിക്കൽ വിഭാഗങ്ങൾ വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി വരുന്നുണ്ട്, ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നുണ്ട്, റീജിയണൽ ക്യാൻസർ സെൻറ്റർ വരുന്നുണ്ട്. ഇവിടത്തെയൊക്കെ ഇവിടത്തെയൊക്കെ ഡോക്ടർമാരാണ് ഇന്ന് സമരത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ചെറിയ ഒരു ബുദ്ധിമുട്ട് OP അനുഭവപ്പെടുന്നുണ്ട്. ആളുകളെല്ലാം കൊല്ലത്തു നിന്നും അതോടൊപ്പം തന്നെ മറ്റ് ഈ തിരുവനന്തപുരത്തിൻ്റെ രണ്ടറ്റങ്ങളിൽ നിന്നും വരുന്നവരൊക്കെ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ OP പോലും പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യം തന്നെയാണ്, വലയുകയാണ് രോഗികൾ ഒന്നടങ്കം. ഇനി കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ദിസ്ന സുരേഷ് കൂടി ചേരുന്നുണ്ട്. ദിസ്ന, രാജ്യവ്യാപകമായിട്ട് IMA ഈ കൊൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകത്തിന് പിന്നാലെ ഈ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സമരം എന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളെയാണ് വലിച്ചത്. ഈ സമരം അറിയാതെ എത്തിയ നിരവധി പേരുണ്ട്, അറിഞ്ഞുകൊണ്ട് എത്തിയവരുമുണ്ട്. അവരെയൊക്കെ തന്നെ ഇത് എത്രത്തോളം ബാധിച്ചിരിക്കുന്നു? രജനി, തീർച്ചയായും രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഈ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. പക്ഷെ അത് സാധാരണക്കാരായ വലിയൊരു രീതിയിൽ ബാധിച്ചിരിക്കുകയാണ്. അതായത് പല ഈ അത്യാവശ്യമായി എമർജൻസി ആവശ്യത്തിനായി വരുന്ന ആളുകളെ മാത്രം ചികിത്സിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് ഒരു ഡോക്ടർ മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് ബീച്ച് ആശുപത്രിയിൽ നിന്നും അറിയാൻ സാധിച്ചത്. അതൊക്കെ തന്നെ ഈ സാധാരണക്കാരായ ജനങ്ങളെ വലിയ രീതിയിൽ ദുരിതപ്പെടുന്ന ഒരു സാഹചര്യമാണ്. OPയിലൊക്കെ തന്നെയും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മെഡിക്കൽ കോളേജിലും വലിയൊരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു രീതിയിലുള്ള ദുരിതം തന്നെയാണ് ഈ ഡോക്ടർമാരുടെ സമരം കൊണ്ട് സാധാരണക്കാരായ രോഗികൾ അനുഭവിക്കുന്നത്. ഇന്നലെയും PG ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ 2 മണിക്കൂർ സമരം ഉണ്ടായിരുന്നു. ഈ സമരത്തിലും രോഗികൾ വലിയൊരു രീതിയിലുള്ള ദുരിതം തന്നെ അനുഭവപ്പെട്ടിരുന്നു. ഈ ഡോക്ടർമാർ പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ വന്ദനാദാസിന്റെ കൊലപാതകം ഒക്കെ വന്നപ്പോൾ വലിയൊരു രീതിയിലുള്ള വാഗ്ദാനങ്ങളൊക്കെ തന്നെയും സുരക്ഷയും ഒക്കെ തന്നെ ഉറപ്പുവരുത്തുന്നു എന്ന കാര്യം പറഞ്ഞിരുന്നുവെങ്കിലും സെൻട്രൽ പ്രൊട്ടസ്റ്റ് ആക്ട് പോലും നടപ്പിലാക്കാനുള്ള സംവിധാനം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. പ്രധാനമായും പറയുന്നത് തൊഴിലിടങ്ങളിൽ തങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാവണം എന്നൊരു കാര്യം തന്നെയാണ് ഈ ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയൊരു രീതിയിലുള്ള ദുരിതം തന്നെയാണ് ഈ രോഗികളൊക്കെ തന്നെയും അനുഭവിക്കുന്നത്. രജനി.